വെറൈറ്റി ഫാർമറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം കൃഷി ചെയ്യുമ്പോൾ യന്ത്രം ഉപയോഗിക്കുന്നത് വഴി ചെലവ് ചുരുക്കുന്നത് എങ്ങനെ എന്ന് പരിചയപ്പെടുത്തുക എന്നതാണ്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷിയിൽ താൽപ്പര്യമുള്ള സുഹൃത്തുക്കൾക്കായി ഷെയർ കൂടി ചെയ്തു കൊടുക്കുക. അന്യ സംസ്ഥാനങ്ങളിൽ 150 മുതൽ 200 രൂപ വരെ തൊഴിലാളികൾക്ക് വേതനമുള്ളപ്പോൾ കേരളത്തിൽ 800 മുതൽ 1000 രൂപ വരെയാണ് തൊഴിലാളികളുടെ വേതനം. എങ്കിലും തൊഴിലാളികളെ വിളിച്ച് കൃഷിപ്പണി ചെയ്യിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ തന്നെ ആവശ്യത്തിന് തൊഴിലാളികളെ കിട്ടാനും ഇല്ല. തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനായി കൃഷി വകുപ്പിൻ്റെ സഹായത്തോടെ കാർഷിക കർമ്മസേനയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. എങ്കിൽ തന്നെയും തൊഴിലാളികൾക്ക് എപ്പോഴും ക്ഷാമം തന്നെയാണ്. പണ്ടൊക്കെ തൊഴിലാളികളെ വെച്ച് മാത്രം കൃഷിപ്പണി ചെയ്തു പോന്നിരുന്നു. അന്നുള്ള ജനസംഖ്യയല്ല നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഉൽപ്പാദനത്തിലും അതിനനുസരിച്ച് വർധനവുണ്ടാവണം. എങ്കിൽ മാത്രമേ എല്ലാവർക്കുമുള്ള ആഹാരം ആവശ്യാനുസരണം ലഭ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലെ കർഷകരിൽ ഭൂരിഭാഗവും കടം വാങ്ങിയും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുമാണ് കൃഷി നടത്തി വരുന്നത്. കേരളത്തിലെ കർഷകരുടെ മറ്റൊരു പ്രത്യേകത, നിലവിലുള്ളവരിൽ ഭൂരിഭാഗവും പ്രായമുള്ളവരാണ്. അവരാണെങ്കിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് വളരെ കുറവുമാണ്. എന്നാൽ ഇപ്പോൾ കുറേയധികം ചെറുപ്പക്കാർ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അവർക്ക് ഈ മേഖലയിൽ നിലനിൽക്കണമെങ്കിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള നിലപൊരുക്കലും വരമ്പെടുക്കലും അതുപോലെ തന്നെ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ്, പോളി ഹൗസ് തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ കൂടി നടപ്പിലാക്കിയാൽ മാത്രമേ കൃഷിയിൽ നിന്നുള്ള ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. വരമ്പെടുക്കുന്ന യന്ത്രം ഉപയോഗിച്ച് വീതി കുറച്ചോ കൂട്ടിയോ കർഷകന്റെ ആവശ്യാനുസരണം വരമ്പെടുക്കാനാകും. കൂടാതെ ഈ യന്ത്രം ഉപയോഗിച്ച് വളം വരമ്പിൽ തന്നെ ഇടാനും കിഴങ്ങ് വർഗത്തിൽപ്പെട്ട വിളകൾ വിളവെടുക്കാനും സാധിക്കും.